കോൺഗ്രസിനുള്ളിലെ വനിതാ നേതാക്കൾ, യൂത്ത് കോൺഗ്രസിനുള്ളിലെ വനിതാ നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ആവശ്യപ്പെടുകയാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന്. കൊല്ലത്ത് നിന്നുള്ള പ്രമുഖയായ നേതാവ് ബിന്ദു കൃഷ്ണ അടക്കമുള്ളവർ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ ധാർമ്മികപരമായി നോക്കുകയാണ് അദ്ദേഹം രാജിവെക്കേണ്ടത്. പക്ഷെ അദ്ദേഹം രാജിവെക്കാതെ താനെന്തോ ഒളിമ്പിക്സിൽ പോയി മെഡൽ വാങ്ങിയ പോലെയാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അങ്ങനെ നടക്കുന്നത്. പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണല്ലോ. അതിലത്തെ വനിതാ വിഭാഗങ്ങൾ നേരത്തെ അനുഭവിച്ചിരുന്ന പീഡനങ്ങളെ പീഡനങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ച വനിതാ നേതാക്കന്മാരുണ്ടായിരുന്ന പാർട്ടിയാണ്. കോൺഗ്രസിലെ നേതാക്കന്മാർ മുഴുവൻ അത്തരക്കാരായിരുന്നു വനിതകളോട് പെരുമാറിയിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെയും പിന്നെ കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാരായ വനിതകൾ അവരിത്തരം ദയനീയമായ കരച്ചിൽ നടത്തിക്കൊണ്ട് എന്താ പ്രയോജനം? ഏതായാലും നിരവധി ഭാഗത്ത് നിന്ന് ഈ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? കോൺഗ്രസ് ചെയ്തിട്ടില്ല, ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അവർക്ക്. ഇന്നലെ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ ചോദിച്ചില്ലേ രാജിവെക്കാൻ പറയണമെന്ന്, ആളുടെ പേരിൽ നടപടിയെടുക്കണമെന്ന്? ആ സമയത്ത് എന്താ പറഞ്ഞത്? ഒരു പ്രാവശ്യം നടപടി, ആ സത്യം പ്രായോഗികമായിട്ട് കറക്റ്റാണത്. നടപടിയെടുത്തു, ഇനി വീണ്ടും നടപടിയെടുക്കണം. പക്ഷേ അദ്ദേഹം കോൺഗ്രസ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങലില്ല. കോൺഗ്രസ് ഓഫീസിൽ നിന്ന് അത് മാത്രമല്ല, പ്രചരണം നടത്തുന്ന സ്ഥാനാർത്ഥി നിർണയം, പാലക്കാട് എല്ലാറ്റിലും പങ്കാളിയാകുന്നുണ്ട്, സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എന്ത് നടപടിയാണ് പിന്നെ എടുത്തിരിക്കുന്നത്? ആ നടപടി തൃപ്തരാണോ ആളുകൾ? അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെക്കുറിച്ച് മുഴുവൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനും കൂടി അറിയുന്നുള്ളതല്ലേ? അതുകൊണ്ട് നീ എൻ്റെ പേരിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ കാര്യങ്ങൾ ഞാൻ പുറത്ത് പറയും. ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. ഒരു പരസ്പരം എങ്ങനെയാണല്ലോ. അപ്പം ആരോപണ വിധേയരല്ലാത്ത ആരെങ്കിലും ആ പാർട്ടിയിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടായിരിക്കുമല്ലോ നടപടിയെടുക്കാൻ സാധിക്കാത്തത്. പിന്നെ ചോദിച്ച ഒരു സംഗതി ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടതെന്നാണ്. ധാർമ്മികത പാർട്ടിക്ക് തീരെ ഇല്ലല്ലോ. ധാർമ്മികത ഏതെങ്കിലും കാര്യത്തിൽ, ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തിൽ, സാമ്പത്തികമായിട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ, സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ, വോട്ട് പിടിക്കുന്ന കാര്യത്തിൽ, പിന്നെ അതേ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നില്ലേ യൂത്ത് കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമ വോട്ടർ പട്ടിക ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പിന് തന്നെ? അപ്പോൾ ഈ കാര്യത്തിൽ ഇതിലൊന്നും തന്നെ ധാർമ്മികത ഇല്ലാത്ത ആളാണല്ലോ. അവരേറ്റവും വലിയ നേതാക്കന്മാർ എങ്ങോട്ട് പോകണമെന്നുള്ളത് പോലും അവർക്ക് അറിയില്ല. അവരും പോകുന്ന ഇത്തരം കാര്യങ്ങൾ കാണുന്ന എങ്ങനെയാണ്? ആരെങ്കിലും വിചാരിച്ചാൽ ആരെങ്കിലും പറഞ്ഞാൽ തെറ്റുണ്ടാകുമോ? അല്ല, മുൻകാലങ്ങളിൽ നാം പരിശോധിക്കണ ഇത്തരം ആരോപണങ്ങൾ അങ്ങനെ സ്ഥിരമായി ഉണ്ടാകാറില്ല. ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും. പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഇതിനേക്കാൾ വലിയ കേമന്മാർ അവിടെ ഉണ്ട്. അതല്ലേ? അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് എന്നുള്ളത് മുഴുവൻ വലിയ വലിയ കേമന്മാരുള്ളത് കൊണ്ടാണ് ഇവർക്ക് ആർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത്. അപ്പം ഇതിൽ ചോദിക്കുന്ന ധാർമ്മികതയൊന്നുമില്ല. ഇയാൾ ഒന്നിനെ അല്ലല്ലോ. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശരി, സംഭവിച്ചു പോയിരിക്കാം. നിരവധി പെൺകുട്ടികളാണ് രംഗത്തെത്തുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു കുട്ടി ഞാൻ ഗർഭിണിയാണെന്ന് പോലും സ്ഥാപിക്കപ്പെട്ടു ഇല്ലേ? നിങ്ങൾ പറഞ്ഞിട്ടാണ്, നമുക്കൊരു കൊച്ചു വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അനുവദിച്ചത് എന്ന് പറഞ്ഞില്ലേ? എനിക്ക് അമ്മയുടെ അടുത്ത് പോകാൻ നിവൃത്തിയില്ല, വേറെ ആരോടും പറയാൻ നിവൃത്തിയില്ല, ഇതെല്ലാം പറഞ്ഞില്ലേ? ചില സമയത്ത് മനുഷ്യനാണ്, സംഭവിക്കാം എന്ന് നമ്മൾ കണക്കാക്കിയാൽ പോലും വീണ്ടും വീണ്ടും സാധാരണക്കാരനല്ലല്ലോ അവർ. ഒരു സംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ യൂത്ത് വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇത് മാത്രം അയാളുടെ തൊഴിലായി കൊണ്ടു നടന്നാൽ എന്ത് ചെയ്യും? അതല്ലേ ചിന്തിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹത്തിനെ മാറ്റാൻ വേണ്ടി തയ്യാറാകാത്തൊരു പാർട്ടി, എനിക്ക് തോന്നുന്നു ഏത് പാർട്ടിക്കാരാണെങ്കിലും അദ്ദേഹത്തിന് മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം
സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഇതിലെല്ലാറ്റിലും അദ്ദേഹം പങ്കാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ അഴിച്ചു വിട്ടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തും നീ ചെയ്തോ, ഞങ്ങൾ ചിലപ്പം പുറത്തുനിന്നൊക്കെ പലതും പറയും. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനും ആണും പെണ്ണുമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നതും പുരുഷനും സ്ത്രീയും ഉണ്ട്. അപ്പം അതും കൂടി എന്തുകൊണ്ടെന്നുള്ളത് ചിന്തിക്കണം. ഏതായാലും ഈ പാർട്ടിയെ ഇന്നത്തെ സ്ഥിതിയിൽ പാർട്ടിക്ക് ഒരു കർശനമായ നടപടിയൊന്നും എടുക്കാൻ സാധിക്കില്ല. അത്രയും ഈ പാർട്ടി ധാർമ്മികമായി അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം കോൺഗ്രസ് സംബന്ധിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ആ പാർട്ടിയെ വലിയ രീതിയിൽ തകർച്ചയിലേക്ക് എത്തിക്കില്ല. ഇപ്പോൾ തന്നെ 2 ടൈമായി അവർ അധികാരത്തിലില്ല. 3ാമത്തെ വട്ടം കൂടി അവർ പുറത്തു പോയാണെങ്കിൽ ആ പാർട്ടിയുടെ അവസ്ഥ തന്നെ ദയനീയമായി. അതെ, കാരണം ആ പാർട്ടി ഇവിടെ മാത്രമല്ലല്ലോ, പാർട്ടി എല്ലാ സംസ്ഥാനത്തിലും അങ്ങനെയല്ലേ. ഭാരതം അടക്കി ഭരിച്ചിരുന്ന പാർട്ടി ഇന്ന് 2-3 സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങിയില്ലേ എന്നല്ലേ കാണുന്നത്. എന്തെല്ലാം കള്ളപ്രചരണം നടത്തിയിട്ടും പാർട്ടിയെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരെ അരിപ്പിടിച്ചിട്ട് വേണ്ടേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ. ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന പാർട്ടിയാണ്. ആ പാർട്ടി ഇത്രയും വർഷം കൊണ്ട് മറ്റുള്ളവരുടെ കൂടെ കൂടിക്കലർന്ന് ചേർന്ന് ഒട്ടിപ്പിടിച്ച് അവർ പറയുന്ന അവരുടെ ചവിട്ടും അടിയും സർവ്വം കൊണ്ട് തുപ്പുമാട്ടും കൊണ്ടുകൊണ്ട് അവരുടെ കൂടെ എന്നെങ്കിൽ മാത്രമേ അവർക്ക് കുറച്ചെങ്കിലും നിലനിൽപ്പുള്ളൂ എന്ന് പോലും വന്നു ചേർന്നില്ല ഇപ്പം. അപ്പം അതിൻ്റെയൊക്കെ കാരണം ഇതാ, ധാർമ്മികത ഇല്ല, ശുദ്ധിയില്ലാത്തതാണ്, അശുദ്ധമാണ് ആ പാർട്ടി. അതുകൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത അനുസരിച്ച് അങ്ങനത്തെ ഒരു പാർട്ടി അല്ല. അതാണ് മുതിർന്ന നേതാക്കൾ പോലും, രമേശ് ചെന്നിത്തല, ബിന്ദുകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ പോലും രാജി ആവശ്യപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ രാജിവെപ്പിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് വലിയ പിന്തുണ എവിടെ നിന്ന് ലഭിക്കുന്നു? പിന്തുണ നിൽക്കുന്നത് കാരണം അതിലും വലിയ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള സർവ്വ തെളിവുകളും ഇയാൾ എടുത്തിട്ടുണ്ടാവും. ഇതേപോലത്തെ കാര്യങ്ങളുടെ ഒരുമിച്ചല്ലേ നടന്നിരുന്നത്, ഒരുമിച്ചല്ലേ ജീവിച്ചിരിക്കുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വേണമല്ലോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയായിരിക്കുമല്ലേ ഉണ്ടാകുന്നത്? ജനങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മുസ്ലിം ലീഗിന്റെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടല്ലോ. SDP അടക്കമുള്ള സംഘടനകളുടെ വലിയ പിന്തുണ ലഭിക്കുന്നത് കൊണ്ടാണോ ഇനി അവരെ പിണക്കണ്ട എന്ന് കരുതിയാണോ കോൺഗ്രസ്? ആയിരിക്കല്ലോ. കാരണം ഈ മാങ്കൂട്ടത്തിന്റെ പിന്നിലത് ആരാ? കോൺഗ്രസ് നേതാവ്. അയാൾക്ക് സർവ്വ പിന്തുണയും കൊടുത്തുകൊണ്ട് അയാളെ കൊണ്ട് നടന്നത് ആരാ? ആ ആളെ കൊണ്ട് നടന്നത് ആരാ? ലീഗാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നുള്ള ആളുകൾ തന്നെ ഇങ്ങനത്തെ ആൾക്കാരെ സംരക്ഷിക്കാൻ തയ്യാറായി മുമ്പോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ധർമ്മത്തിലോ കാര്യങ്ങളോ വിശ്വാസമില്ലാത്ത SDPI പോലുള്ള ആളുകൾ ഇവർക്ക് പിന്തുണ കൊടുക്കും. കാരണം ഏതെങ്കിലും വിധത്തിൽ ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ജനമധ്യത്തിൽ താറടിച്ച് കാണിച്ചിട്ട് ചീത്തയാക്കിയിട്ട് ഒപ്പം കൂട്ടുക എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ ചിന്തിക്കാൻ. ആ വിധത്തിലാണല്ലോ ആ ചിന്ത പോകേണ്ടത്. കുഴിയിലാക്കിയിട്ട് കൂടെ കൊണ്ടുപോകും. അപ്പം ആ വിധത്തിലാണ് ഇത് ചിന്തിക്കുന്നത് അവർ. ഞങ്ങൾക്ക് അങ്ങനത്തെ ധർമ്മത്തിലൊന്നും വിശ്വാസമൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ധാരാളം ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങളെ കൂടെ ഒരു ഹിന്ദു നാമധാരിയായുള്ള കോൺഗ്രസിൻ്റെ ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സംതൃപ്തിയാണ്. നാളെ ഇതിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അയാൾ ലീഗ് ചേർന്ന് എന്ത് ചെയ്യും? ലീഗിന് ഒരു ഹിന്ദു നാമധാരിയെ കിട്ടി. ഏതായാലും മതം മാറാൻ ഒരു തൽക്കാലം സമ്മതിക്കില്ല. കാര്യം എന്താ, മതം മാറിക്കഴിഞ്ഞാൽ ആ മതമായി പിന്നെ. അപ്പം ഇങ്ങനെയും കൂടി സംഭവിക്കാം. ഇതിൻ്റെ പിന്നിൽ അങ്ങനത്തെ കുറേ രാഷ്ട്രീയ കളികൾ, ചേരിതിരിവുകൾ ഇതെല്ലാം ഉണ്ട് ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.